സോ നമ്മൾ ഇന്ന് IELTS റൈറ്റിംഗ് ടാസ്ക് 2ൻ്റെ വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് IELTS റൈറ്റിങ്ങിൽ വൊക്കാബുലറി എന്നുള്ളത്. സോ പലരും പറയാറുണ്ട് വൊക്കാബുലറി ഭയങ്കര ബേസിക് ലെവലല്ല, ഒരുപാട് അഡ്വാൻസ്ഡ് ലെവൽ വൊക്കാബുലറി യൂസ് ചെയ്താൽ മാത്രമേ യു ക്യാൻ ഗെറ്റ് എ ഹയർ ബാൻഡ്, അത്രയും ഒരു ഹയർ സ്കോറിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. ബട്ട് ആക്ച്വലി ദർ ഈസ് എ ഡിഫറൻസ്. അങ്ങനെയല്ല കാര്യങ്ങൾ. സോ വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദ ആക്ച്വൽ കോൺസെപ്റ്റ്, എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ഹയർ ബാൻഡിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ള വൊക്കാബുലറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഹിയർ ഈസ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു പാരഗ്രാഫ് കണ്ട ടൈമിലാണ് ഐ തോട്ട് അബൌട്ട് ഇറ്റ്, എങ്ങനെയാണ് ഈ വൊക്കാബുലറിയുടെ യൂസേജ് എന്നുള്ള കാര്യം ഞാൻ തിങ്ക് ചെയ്തത് ഇതുപോലെ ഒരു പാരഗ്രാഫ് കണ്ട ടൈമിലാണ്. സോ ഇഫ് യു ഗെറ്റ് എ പാരഗ്രാഫ് ലൈക്ക് ദിസ്, ഔട്ട് ഓഫ് 9 എത്ര ബാൻഡ് സ്കോർ നിങ്ങൾ ഇതിന് പ്രൊവൈഡ് ചെയ്യും? വാട്ട് വിൽ ബി ദ ബാൻഡ് സ്കോർ യു വിൽ ബി പ്രൊവൈഡഡ് ഫോർ ദിസ്? സോ നമ്മൾ ഈ ഒരു പാരഗ്രാഫിലേക്ക് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒരുപാട് ഡിഫിക്കൽട്ട്, അതായത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡോക്ട്രൈനയർ, then manipulation, inculcate, obsequious, hijacking. സോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ വൊക്കാബുലറി നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും, വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ ദ അതർ വൺസ്. ഇങ്ങനെ ഒരു ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നോർമലി ഇപ്പോൾ ഞാനാണെങ്കിലും ഇത് ആദ്യമായി കണ്ട ടൈമിൽ ഐ വിൽ ഗീവ് 7 or 8 ബാൻഡ് ഇതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തോന്നും. ബട്ട് ആക്ച്വലി ഈ ഒരു രീതിയിലാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് 3 or 4 മാക്സിമം, അത്രയേ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പല വേർഡ്സും കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് അല്ല. ആൻഡ് പ്ലസ് ഇത് വായിക്കുന്ന റീഡറിന് കറക്റ്റ് ഒരു എന്താണ് ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്നിവിടുന്ന് കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ഹൗ വി ഹാവ് ടു യൂസ് ദ വൊക്കാബുലറി, നമ്മൾ എങ്ങനെയാണ് വൊക്കാബുലറി യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത്? ഫോർ ബാൻഡ് 9 യു ഹാവ് ടു യൂസ് സൊഫിസ്റ്റിക്കേറ്റഡ് വേർഡ് ചോയ്സ്. ദാറ്റ് മീൻസ് കറക്റ്റ് ആ ഒരു കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് എന്താണോ അത് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ 8 ബാൻഡാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ ഒക്കേഷണൽ ഇന്നാക്യുറീസ്, ദാറ്റ് ഈസ് ചെറിയ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സ് ഓക്കെ ആണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്തേക്കുന്ന വേർഡ് കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിരിക്കണം. ദെൻ 7 മീൻസ് എറേഴ്സ് ഇൻ വേർഡ് ചോയ്സ്. നിങ്ങൾ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ബട്ട് കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് അല്ലാത്ത കുറച്ച് വേർഡ്സും അതിൽ വന്നിട്ടുണ്ട്. ദെൻ 6 മീൻസ് പോർ വേർഡ് ചോയ്സ്, ദാറ്റ് ഈസ് ക്ലിയർ അല്ലാത്ത, എന്താണ് എന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള വേർഡ്സ് ആണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് അല്ലാത്ത വേർഡ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. സോ വി ക്യാൻ ഡിസ്കസ് വിത്ത് ദിസ് ആൻ എക്സാമ്പിൾ. So here is a question, smoking should be banned in all public places. Do you agree or disagree with this statement? നമുക്ക് സ്മോക്കിംഗ് ബാൻ ചെയ്യണം, പബ്ലിക് പ്ലേസസിൽ ബാൻ ചെയ്യണം. ഇതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ, എഗ്രി ചെയ്യുന്നില്ലേ? സോ ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് ആൻ ഒപ്പീനിയൻ. നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാവണം, നമ്മൾ എഗ്രി ആണോ ഡിസഗ്രി ആണോ ചെയ്യുന്നത് എന്നുള്ള കേസിൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിത്ത് ദാറ്റ് ഒപ്പീനിയൻ യു ഹാവ് ടു റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ആ ഒരു ഒപ്പീനിയൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് റൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഹിമ. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇൻട്രൊഡക്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യന് ഏത് രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തേക്കുന്നത്. Many people smoke despite the fact that it is harmful for their health. To date, smoking has been banned in many public places, but not all. There are still areas where people can smoke. Has the time come to prohibit smoking everywhere except for private properties? I believe it has for the two key reasons that smoking affects non-smokers and impacts the environment. സോ നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന സമയത്ത് ഇതിലെ വേർഡ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ വേർഡ്സും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ആൻഡ് അതിൻ്റെ ഒരു പ്രോപ്പർ മീനിങ് എന്താണെന്ന് കൺവേ ചെയ്യുന്ന രീതിയിലുമാണ് ഇതിൽ ഓരോ ഐഡിയയും എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയിട്ട് നിങ്ങളുടെ റീസൺ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് സൈഡിനെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഇതിലെ ഓരോ വേർഡും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്നാക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വായിക്കുന്ന റീഡറിന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു വേർഡ് പോലും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ക്ലിയർ ആയിട്ടും കാണാൻ സാധിക്കും. ദെൻ നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിലേക്ക് പോകുന്ന സമയത്ത് സോ നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ അത് ബിഫോർ ദാറ്റ് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്മോക്കിങ്ങിനെ പറ്റി നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ
ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ, അതായത് ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാതെ ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആൻസറിലേക്ക് പോയിരിക്കുന്നത്. സോ അതും കുറച്ചും കൂടി അഡ്വാൻസ് സ്കോറിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. ക്ലിയർ ആയിട്ടും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടും കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഫോർ പഞ്ച്വേഷൻ യു ഹാവ് യൂസ് എ സെമി കോളൻ. പഞ്ച്വേഷൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സെമി കോളൻ, ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വൊക്കാബുലറി എങ്ങനെയാണ് അഫക്റ്റഡ് ആവുന്നത്, വി ഹാവ് ടു ഡിസ്കസ് ദാറ്റ്. സോ നമുക്ക് വേണ്ടത് നമ്മുടെ വൊക്കാബുലറി എപ്പോഴും ടോപ്പിക് റിലേറ്റഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ടോപ്പിക്കൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്. കറക്റ്റ് ടോപ്പിക്കിന് ഏതാണോ വൊക്കാബുലറി വേണ്ടത് അത് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ വന്നാൽ പോലും നിങ്ങളുടെ സ്കോറിനെ അതൊരു നല്ല രീതിയിൽ അഫക്റ്റഡ് ആവാറുണ്ട്. സോ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇഫ് യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് കരുതുക. സോ യു ഹാവ് ടു യൂസ് ദ വൊക്കാബുലറി റിലേറ്റഡ് ടു ദാറ്റ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വൊക്കാബുലറിയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ കുറച്ച് വേർഡ്സ് ഐ ഹാവ് ഗിവൻ സം എക്സാമ്പിൾസ്. ഈ ഒരു രീതിയിലുള്ള വേർഡ്സ് ആണ് നമ്മുടെ ആ ഒരു ടാസ്ക് 2 ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വൊക്കാബുലറിക്കുള്ള സ്കോർ കിട്ടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, കമ്മിറ്റ് എ ക്രൈം, ക്രിമിനൽ, inmate, homicide, incarcerated, judge, juvenile delinquent, law, offend or re-offend, prison, recidivism, recidivist, recidivate, jury, justice system. ഇതെല്ലാം നമുക്ക് നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദീസ് വേർഡ്സ് ആർ റിലേറ്റഡ് ടു ക്രൈം. ആ ഒരു കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിസൈസ് വൊക്കാബുലറിയാണ് ഇതെന്ന് പറയുന്നത്. ഇഫ് യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ യു ഹാവ് ടു യൂസ് വൊക്കാബുലറി ലൈക്ക് ദിസ്: എയർ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയർ, എമിഷൻ, ബയോഡിഗ്രേഡബിൾ, ഫോസിൽ ഫ്യൂവൽസ്, ബയോഡൈവേഴ്സിറ്റി, ഹാബിറ്റാറ്റ്, ലിറ്റർ, കാർബൺ ഫുട് പ്രിൻറ്റ്, ഡംപിങ്, ഇക്കോസിസ്റ്റം, റീസൈക്കിൾ. സോ ഇതിൽ ഓരോ വൊക്കാബുലറി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ. ഇതെല്ലാം ആ ഒരു ടോപ്പിക് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ് വന്നിരിക്കുന്നത്. സോ ഹൗ വി നീഡ് ടു യൂസ് ദിസ് ഇൻ അവർ റൈറ്റിംഗ്. നമ്മുടെ ആ ഒരു ടാസ്ക് 2 എങ്ങനെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇഫ് യു ലുക്ക് ഇൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സ്മോക്കിങ്ങിൻ്റെ എഫക്ട്സിനെ പറ്റിയിട്ടായിരുന്നു. സോ നമ്മളൊരു ഫസ്റ്റ് ബോഡി പാരഗ്രാഫിലേക്ക് പോവുകയാണ്, എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ബോഡി എഴുതേണ്ടതെന്ന്. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. Cigarette inhalers not only disintegrate their own physical conditions but also the robustness of others in their vicinities. Inhaling the exhalation of smokers, also known as passive smoking, has long been known to be cataclysmic to non-smokers. While it is intractable to cease passive smoking from transpiring inside smokers' own dwelling, it can and should be stopped in communal places. Effectuating an unequivocal prohibition on cigarette puffing is a single way to accomplish this, which would improve everyone's state of health. സോ നമ്മുടെ ഒരു ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൽ എത്ര പേർക്ക് ക്ലിയർ ആയി മനസ്സിലാവും വാട്ട് വി ഹാവ് റിട്ടൺ? ആ ഒരു എക്സാമിനർ ഇത് വായിക്കുന്ന ടൈമിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ ആയിട്ടും കൺവേ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഫീൽ ചെയ്യും. സോ ഡോണ്ട് യൂസ് വേർഡ്സ് യു ഡോണ്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഐഡിയ എന്താണ് എന്ന് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത വേർഡ്സ് ഒരു കാരണവശാലും നിങ്ങളുടെ ടെസ്റ്റ് ഡേയിൽ യൂസ് ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു യൂസ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മീനിങ് അറിയുന്ന വേർഡ്സ് മാത്രമേ നിങ്ങൾ എക്സാമിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ നമ്മൾ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വി സ്റ്റാർട്ടഡ് വിത്ത് സിഗരറ്റ് ഇൻഹേലേഴ്സ്, ദെൻ ഡിസിൻറ്റഗ്രേറ്റ്, ഫിസിക്കൽ കണ്ടീഷൻ, robustness, then vicinities, exhalation and inhaling, that is common, okay. Intractable, transpiring, effectuating, dwelling, unequivocal. ഈ വേർഡ്സ് ഒന്നും നമുക്ക് തീരെ ഫെമിലിയർ അല്ല. ബട്ട് നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ടൈമിൽ നമ്മൾ എന്താ എഴുതുക? ഞാൻ ഒരുപാട് അഡ്വാൻസ് വൊക്കാബുലറി യൂസ് ചെയ്തു, സോ ഐ വിൽ ഗെറ്റ് എ ഹയർ ബാൻഡ്, ഐ വിൽ ഗെറ്റ് 7 or 8. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും ആ ഒരു റീഡറിന് ഐഡിയ കൺവേ ചെയ്ത് കിട്ടില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ വൊക്കാബുലറി മീൻസ് ടോപ്പിക് റിലേറ്റഡ് പ്രിസൈസ് വൊക്കാബുലറി ആയിരിക്കണം, ബട്ട് ഇറ്റ് ഷുഡ് കൺവേ ദ മീനിങ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഒരു സെക്കൻഡ് പേഴ്സൺ നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടും മനസ്സിലാവണം. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഐ ഹാവ് ഗിവൺ ആൻ എക്സാമ്പിൾ. ഈ കറക്റ്റ് ലെഫ്റ്റിൽ നിങ്ങൾ അൺക്ലിയർ ആയിട്ട് എന്താണോ റൈറ്റ് ചെയ്യുന്നത് അത്
കറക്റ്റായിട്ട് ഒരു റീഡർ വായിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ കണ്ടാലാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. Smokers not only destroy their health but also the health of others around them. Breathing in second-hand cigarette smoking, also known as passive smoking, has long been known to be devastating to non-smokers. While it is difficult to stop passive smoking from occurring inside smokers' own homes, it can and should be stopped in public places. Implementing an outright ban on cigarette smoking in all public places is one way to achieve this, which would improve everyone's health. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് അറിയാത്തതായിട്ട് ഒരു വേർഡ്സ് പോലും ഇല്ല. ഫോർ എക്സാമ്പിൾ സ്മോക്കേഴ്സ്, ഡിസ്ട്രോയ്, ഹെൽത്ത്, ബ്രീത്തിങ് ഇൻ സെക്കൻഡ് ഹാൻഡ്, ഡെവസ്റ്റേറ്റിംഗ്, ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ്, ഒക്കറിങ്, പബ്ലിക് പ്ലേസസ്, ഇംപ്ലിമെൻറ്റിംഗ്, ഔട്ട്റൈറ്റ് ബാൻ, എല്ലാ വേർഡ്സും വളരെ ക്ലാരിറ്റി ഉള്ളത്, കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള പാസേജിലേക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് അൺക്ലിയർ. ആ ഒരു റീഡറിന് ഒരിക്കലും മനസ്സിലാവില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ബട്ട് ദ സെക്കൻഡ് വൺ ഈസ് വെരി മച്ച് ക്ലിയർ കട്ടായിട്ടൊരു ഐഡിയ അതിലുണ്ട്. ഇഫ് യു കമ്പയർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ, ഫസ്റ്റ് വണ്ണിൽ അതർ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. സ്റ്റിൽ നമുക്ക് കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് കാര്യം പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇറ്റ് ഈസ് അൺക്ലിയർ. ദാറ്റ് ഈസ് എ മെയിൻ പ്രോബ്ലം. നിങ്ങൾ മറ്റുള്ളവർക്ക് അറിയാത്ത ഒരു വൊക്കാബുലറി യൂസ് ചെയ്യുകയാണെങ്കിൽ യു കനോട്ട് കൺവേ യുവർ ഐഡിയ ടു അതേഴ്സ്. നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് മറ്റുള്ളവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. സോ യു ഹാവ് ടു റൈറ്റ് വൊക്കാബുലറി, ദ പ്രിസൈസ് വൊക്കാബുലറി. ആ ഒരു പ്രിസൈസ് വൊക്കാബുലറി യൂസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ബട്ട് ഇറ്റ് ഷുഡ് കൺവേ ദ മീനിങ് ടു ഓൾ ദ റീഡേഴ്സ്. ആര് റീഡ് ചെയ്താലും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ടും മനസ്സിലാവുന്ന വൊക്കാബുലറി വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് വൊക്കാബുലറി ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് 7 or 8 or 9 ബാൻഡ്. നിങ്ങൾക്ക് മാക്സിമം 9 ബാൻഡ് വരെ അക്വയർ ചെയ്യാൻ പറ്റും. മൈന്യൂട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരു 7 ബാൻഡ് അക്വയർ ചെയ്യാൻ പറ്റും. പുവർ വേർഡ് ചോയ്സ് ആണെങ്കിലാണ് നിങ്ങളൊരു 6ലേക്ക് പോവുക. ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഒരു അൺക്ലിയർ ആയിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് എന്ന് കരുതി നിങ്ങൾ യൂസ് ചെയ്ത വൊക്കാബുലറി നിങ്ങൾക്ക് മാക്സിമം ഒരു 6 ബാൻഡ് വരെ എത്തുള്ളൂ. You cannot get a 7 or 8 band for that. So you have to use vocabulary according to the context, which means നിങ്ങൾക്ക് എത്രത്തോളം കൺവേ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഐഡിയ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ വൊക്കാബുലറി വേണം യൂസ് ചെയ്യാൻ. ബട്ട് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റിനനുസരിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇഫ് യു നീഡ് സപ്പോർട്ട് ഫോർ ദിസ് യു ക്യാൻ ഡയറക്റ്റ്ലി ടേക്ക് അഡ്മിഷൻ ഇൻ യുവർ അക്കാഡമി. നിങ്ങൾക്ക് ഇങ്ങനത്തെ വൊക്കാബുലറി നിങ്ങൾക്ക് ഷോർട്ടേജ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ കറക്റ്റ് ഒരു കോണ്ടെക്സ്റ്റിനെ എന്ത് വൊക്കാബുലറി കറക്റ്റായിട്ട് എനിക്ക് യൂസ് ചെയ്യണം എന്നറിയില്ല, അല്ലെങ്കിൽ എൻ്റെ റൈറ്റിംഗ് ഈ രീതിയിലാണ്, എനിക്ക് ക്ലിയർ കട്ട് ഐഡിയ കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് അഡ്മിഷൻ ഇൻ യുവർ അക്കാഡമി ബിക്കോസ് വി ക്യാൻ സപ്പോർട്ട് ഫോർ യു ദാറ്റ്. നിങ്ങളെ അതിലെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. മൂവിങ് ഇൻ ടു ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്, നമ്മൾ ബാക്കി നമ്മുടെ ഐഡിയ കൺവേ ചെയ്യാനായിട്ട് പോവാണ്. In addition to physical carnage, smoking also strikes the ecosystem in negative ways. Many cigarette smokers are unenlightened that their cigarette butts often end up in landfills or worse, the maritime areas. These scrap butts, which contain malignant materials, are sometimes consumed by animals and aquatic creatures or pollute the land or water in which they atrophy. This is yet another reason why government should embargo cigarette smoking in all public areas. നമ്മൾ ഈ ഒരു പാസേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഇതിലും ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള വൊക്കാബുലറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ യൂസ് ചെയ്തേക്കുന്ന വേർഡ്സ് വിച്ച് ഐ എം മാർക്കിംഗ്, ഞാൻ ഈ ഒരു മാർക്ക് ചെയ്യുന്ന വേർഡ്സിൽ പലർക്കും കൺവേ ആവില്ല പെട്ടെന്ന് എന്താണ് നിങ്ങൾ പറയുന്നതെന്നുള്ളത്. സോ യു ഹാവ് ടു യൂസ് ക്ലിയർ വൊക്കാബുലറി. നിങ്ങൾ പറയുന്ന ഐഡിയ കൺവേ ആകുന്ന രീതിയിലാണ് വൊക്കാബുലറി യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് ലൈക്ക് ദിസ്. In addition to that health damage, smoking also impacts the environment in negative ways. Many cigarette smokers are unaware that their cigarette butts often end up in landfills or worse, the ocean. These discarded butts, which contain toxic materials, are sometimes eaten by animals and fish or pollute the land or water in which they degrade. This is yet another reason why government should outlaw cigarette smoking in public areas. സോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സെയിം ഐഡിയ തന്നെയാണ് കൺവേ ചെയ്തിരിക്കുന്നത്, ബട്ട് വിത്ത് ഡിഫറൻറ്റ് വൊക്കാബുലറി. നമുക്ക് ക്ലിയർ ആയിട്ടും ഇതിൽ നിന്ന് മനസ്സിലാവും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പാരഗ്രാഫ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് യു കമ്പയർ ദിസ് വൺ വിത്ത് ദ അൺക്ലിയർ വൺ, ഇതിൽ നിങ്ങൾക്ക് വേറെ മിസ്റ്റേക്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ടാസ്കിൽ കറക്റ്റായിട്ട് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും വലുതായിട്ടില്ല. ബട്ട് ദ വൊക്കാബുലറി ഈസ് ദ പ്രോബ്ലം. നിങ്ങൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് എന്ന് കരുതിയിട്ട് യൂസ് ചെയ്യുന്ന വൊക്കാബുലറി തന്നെ ഇറ്റ് വിൽ റെഡ്യൂസ് യുവർ മാർക്ക്. സോ ഈ രീതിയിലാണ് നിങ്ങൾ വൊക്കാബുലറി യൂസ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് ഇറ്റ്. ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ വൊക്കാബുലറി യൂസ് ചെയ്താൽ ഒരിക്കലും നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യണം. അത് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേൾക്കുന്ന റീഡറിന് മനസ്സിലാവാത്ത രീതിയിലാകണം എന്നല്ല നമ്മൾ വൊക്കാബുലറി വെച്ച് ഉദ്ദേശിക്കുന്നത്. യു ഹാവ് ടു യൂസ് പ്രിസൈസ് വൊക്കാബുലറി. കോണ്ടെക്സ്റ്റിന് റിലേറ്റബിൾ ആയിട്ടുള്ള കറക്റ്റ് പ്രിസൈസ് വൊക്കാബുലറി യൂസ് ചെയ്യണം എന്നേ ഉള്ളൂ. Okay, I hope it's clear. Hello, good afternoon, Denjini, Shalu, Benjamin, good afternoon. I hope it's clear for you guys. So, നമ്മൾ കൺക്ലൂഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, if we move into the conclusion, Anita, good afternoon. The debate about whether to ban cigarette smoking in all public areas has gone on long enough because smoking endangers non-smokers and damages the environment. It is imperative that the government outlaws smoking in all areas outside of one's own home and does so immediately. ഇത് എത്രത്തോളം ക്ലിയർ ആണ്? ഇഫ് യു റീഡ് ദിസ്, നിങ്ങൾക്ക് അറിയാം ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു വൊക്കാബുലറി പോലുമില്ല. ക്ലിയർ ആയിട്ട് നമ്മുടെ ഐഡിയ കൺവേ ചെയ്തിട്ടുണ്ട്. പ്രിസൈസ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്തിട്ടാണ് ഐഡിയ കൺവേ ചെയ്തേക്കുന്നത്. സോ ഈ ഒരു രീതിയിലാണ് യു ഹാവ് ടു റൈറ്റ് യുവർ പാരഗ്രാഫ്സ്. ഡോണ്ട് യൂസ് ഇംപ്രിസൈസ് വൊക്കാബുലറി, അല്ലെങ്കിൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വൊക്കാബുലറിയിലേക്കല്ല പോകേണ്ടത്. യു ഹാവ് ടു യൂസ് ദ പ്രിസൈസ് വൊക്കാബുലറി ഫോർ ദാറ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു ഓൾ. If you have any doubts, you can directly ask me through the chat box. So let's move into a quick recap. Because നമ്മളിപ്പോൾ തന്നെ ഒരു ഹോൾ ഏരിയ കവർ ചെയ്തു. സോ നമുക്കൊരു റീക്യാപ്പിലേക്ക് പോവാം. ഫസ്റ്റ്, ലേൺ ടോപ്പിക് റിലേറ്റഡ് വൊക്കാബുലറി. നമ്മുടെ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വൊക്കാബുലറിയാണ് നമ്മൾ ലേൺ ചെയ്യേണ്ടത്. ഇഫ് യു നീഡ് അസിസ്റ്റൻസ് ഫോർ ദാറ്റ്, യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് അഡ്മിഷൻ ഇൻ ടു യുവർ അക്കാഡമി. ബിക്കോസ് ഒരു അഡ്മിഷൻ ടൈമിൽ തന്നെ എങ്ങനെയാണ് വൊക്കാബുലറി യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം വൊക്കാബുലറി നമുക്ക് IELTSൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിലാണ് നമ്മൾ വൊക്കാബുലറി നിങ്ങളുടെ കാര്യത്തിൽ എൻഹാൻസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു പേഴ്സണൽ അറ്റൻഷൻ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഡേയിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. Then the second one is use topic specific vocabulary. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട വൊക്കാബുലറി വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്ത വൊക്കാബുലറിയിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല. ആൻഡ് മേക്ക് ഷുവർ യുവർ വേർഡ് ചോയ്സ് ഈസ് പ്രിസൈസ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ് പ്രിസൈസ് ആയിരിക്കണം എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. ബിക്കോസ് ഇൻ ദ ലാസ്റ്റ് 5 minutes യു ഹാവ് ടു ഡു എ പ്രൂഫ് റീഡിങ്. ആ ഒരു പ്രൂഫ് റീഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോണ്ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള വൊക്കാബുലറി ആണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് യു ഹാവ് ടു മേക്ക് ഷുവർ ഓഫ് ദാറ്റ്. നിങ്ങളാണ് അത് മേക്ക് ഷുവർ ചെയ്യേണ്ടത്. ഓക്കെ നീതു, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. കാരണം നമുക്ക് വൊക്കാബുലറി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് സ്റ്റുഡൻസ് തിങ്ക് ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഡിഫറെൻറ്റ് വൊക്കാബുലറി യൂസ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ഹയർ ബാൻഡ് സ്കോറിലേക്ക് പോകാൻ സാധിക്കൂ എന്നാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു ത്രൂ ദിസ് ലൈവ് സെഷൻ. Okay, thank you very much for watching. This is Tindu and thank you for watching.